മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ അങ്ങനെയല്ല അതിനെ അങ്ങനെ മനസ്സിലാക്കേണ്ടതല്ല. ആ, അതിന് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയലൈസേഷന്റെ അകത്തുണ്ടാകേണ്ട ജനാധിപത്യം, അതിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ഈ കാണുന്ന ലോകത്തെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോ ഈ ലാഭത്തിൽ അധിഷ്ഠിതമായി എന്ന് പറയുന്ന യുക്തി കൊണ്ട് മാത്രം അതിനെ വെച്ചിട്ടാണ് ഈ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് തന്നെ ലാഭത്തിൽ അധിഷ്ഠിതമല്ലാത്ത രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെയാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ആ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നമുക്ക് ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയ്ക്ക് അകത്തൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പം ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ സൃഷ്ടിച്ചെടുക്കലാണ്. മാർക്സിസം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാർക്സിസത്തിന്റെ രീതി, ലോകത്തിനെ മനസ്സിലാക്കുന്ന രീതിക്കകത്താണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അല്ലാതെ അതിന്റെ വാല്യൂ ഫാക്ടറിനകത്ത് എല്ലാവർക്കും ക്ഷേമകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന യുക്തി തുടരുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ ആ പ്രോസസ്സിനെ പറ്റിയുള്ള കാര്യവും അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതിനെ പറ്റിയുള്ള ആലോചനയാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ലോകത്തിനെ മനസ്സിലാക്കുന്നതിനകത്ത് മാർക്സും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഘട്ടം ഘട്ടമായി സമൂഹം വികസിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കാർൽ മാർക്സ് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയല്ല നമ്മൾ അതിനെ ഇന്ന് കാണുന്നത്. ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഹണ്ടർ ഗ്യാതറിംഗ് സൊസൈറ്റിയും കാർഷിക സമൂഹവും വ്യവസായ സമൂഹവും ഒരേ സമയത്ത് തന്നെ ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിലിരിക്കുന്ന ഒരു രാജ്യമായിട്ടൊന്നും രാജ്യത്തിനെ കാണാൻ കഴിയില്ല. അപ്പൊ അവിടെ ഭരണ സംവിധാനത്തിനകത്തുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളുമായിട്ട് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യത്തിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അവിടെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് വയ്ക്കുന്നത്. പക്ഷെ വാല്യൂസിന്റെ വശത്തൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ക്ഷേമകരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന, ഭരണം എന്ന് പറയുന്നത് തന്നെ കൺസെപ്ച്വലി ഡിഫറെന്റ് ആണ്. ഡെമോക്രസിയിൽ ഭരണമില്ല. ജനാധിപത്യത്തിനകത്ത്, ജനാധിപത്യത്തിന്റെ കൺസെപ്റ്റിനകത്ത് പുതിയ സ്ട്രക്ചർ ഉണ്ടാകേണ്ടതുണ്ട്. അല്ല നിലനിൽക്കുന്ന സ്ട്രക്ചർ ഉപയോഗിച്ച് നന്നായി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ലോകമല്ല. അവിടെ സേവനമെന്നും ക്രമീകരണമെന്നുമാണ് കൺസെപ്റ്റ് വയ്ക്കുന്നത്, ഭരണം എന്നുള്ളതല്ല. തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഭരിക്കാനായി ഒരു രാജ്യത്തിനെ അവിടേക്ക് പോവുക, അതിന്റെ ഒരു ഗവൺമെന്റ് എന്ന് നമ്മൾ പണ്ട് പറയുന്ന സിസ്റ്റത്തിനകത്ത് എൻട്രി ചെയ്ത് അവിടെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്ന യുക്തിയല്ല ഉള്ളത്. ഇതാണ് ജനാധിപത്യത്തിനകത്ത് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ മറ്റ് നേരത്തെ പറയുന്ന രീതി അല്ലാതെ അതേപോലെ തന്നെ അതിനകത്ത് പല വശങ്ങളും ഇപ്പൊ മാർക്സിസോ അല്ലെങ്കിൽ കമ്മ്യൂണിസോ എന്ന് പറയുന്ന കൺസെപ്റ്റുകളുമായിട്ട് അതിന്റെ വാല്യൂസിനകത്ത് സമാനതകൾ കാണും. എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ക്രമീകരണത്തിനെ പറ്റി അപ്പൊ എനിക്കറിയില്ല, ഞാനിവിടെ വൈഫൈയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അത് ശക്തിയല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്ന, അപ്പം കാർൽ മാർക്സ് ഭരണകൂടം, സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുക്തിക്കകത്തല്ല, അതിന്റെ സ്ട്രക്ചറലായിട്ട് തന്നെ അഴിച്ചു പണിയേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിനകത്ത് അതിനൊരു ശ്രമം നടന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും അവർ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ.
അത് പഞ്ചായത്ത് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നതിനോ ആയിട്ടല്ല ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു യുക്തി വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് വേണം ജനാധിപത്യത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അത് ചെയ്യുമ്പോൾ മാത്രമേ അത് ആ നിലവാരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിന് പകരം ഇതിപ്പോഴും നമ്മുടെ നാട്ടിനകത്തൊക്കെ എങ്ങനെയാണോ ബ്രിട്ടീഷുകാരോ അല്ലെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരോ ഭരിച്ചിരുന്നത് പോലെ തന്നെയാണ് ആ ഓഫീസുകളിലും അതേ സ്ഥലങ്ങളിലും ആളുകളെ തെരഞ്ഞെടുത്ത് വിറ്റാൽ ജനാധിപത്യ വ്യവസ്ഥിതി ബലപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അത് നടക്കത്തില്ല. നടക്കത്തില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോ ഒരു 75 വർഷം കൊണ്ട് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അപ്പം ആ ക്രമീകരണത്തിന് മാറ്റം വരുത്തത്തില് പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ശ്രമിക്കാൻ ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. പഞ്ചായത്തായിരുന്നു അവരാലോചിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അത് നിന്നുപോയി. അതുകൊണ്ട് ഈ ഭരിക്കുന്നവർക്ക് ഭരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ് പഴയ സംവിധാനം. അപ്പൊ അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ അവർ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം സമാന്തര ഭരണം ആണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ നടത്തുന്നതിൽ എക്സ്ട്രായാണ്, ഒരാവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇലക്ഷൻ ആവശ്യമില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഭരിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഓൾറെഡി നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യം കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. അത് പരാജയപ്പെടുമെന്നുള്ള ഒരു സംശയം നമുക്ക് കാണില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ആരാണോ ആധിപത്യത്തിലിരുന്ന് അവരുടെ എല്ലാം കയ്യിലേക്ക് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സ്വത്തും അവരുടെ കയ്യിലേക്ക് പോവുകയും ജനക്ഷേമകരമായ സ്ഥലത്ത് വരാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഈ സെൻട്രലൈസ്ഡ് ഇപ്പോഴും നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടാണ് കാണുന്നത്. അതും കേന്ദ്രം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായിട്ടാണ് അവർ അനുമാനിക്കുന്നതും പെരുമാറുന്നതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടാകാനോ ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഉണ്ടാകുന്ന ധനം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ടും ആളുകളുടെ അധ്വാനം കൊണ്ടും ഉണ്ടാകുന്ന കൂടുതൽ ധനം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് പകരം അത് കുറച്ചു പേരുടെ കയ്യിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മെക്കാനിസം എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടായിരിക്കുന്ന സംവിധാനം തന്നെയാണ്. അത് രാജാവിൽ എത്തിച്ചേരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ ഒരു വിഭാഗം, 1% ആൾക്കാരുടെ കയ്യിലേക്കാണ് ആ ധനം പോകുന്നത്. അപ്പൊ അവര് അവരുടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അവര് സ്വന്തമായിട്ട് ഹാർഡ് ഏൺ ചെയ്തതാണെന്നൊക്കെ പറയുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട യുക്തികളല്ല. അത് ഇപ്പൊ ചൈനീസ് ഗവൺമെന്റ് ചെയ്യുന്ന രീതിയുണ്ട്. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനമൊന്നുമല്ല. അതിനകത്ത് ഒരേ സമയത്ത് തന്നെ വ്യക്തിഗതമായിട്ടുള്ള ഇനിഷ്യേറ്റീവിനെ തടസ്സം വരാതെ അതേ സമയത്ത് അതിനകത്ത് ഈ ഉണ്ടാകുന്ന ധനം എന്ന് പറയുന്ന അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ആളുകളുടെ ജീവിത നിലവാരം ഒരുപോലെ ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തൊഴിലില്ലാത്തവരും അതേപോലെ തന്നെ ഹോംലെസ്സും ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ധനമുള്ള ഒരു രാജ്യത്ത് നാട്ടിൽ മുഴുവൻ പറ്റും. ഏറ്റവും വലിയ സമ്പന്നതയുള്ള ഒരു രാജ്യമല്ലേ അത്. പക്ഷെ അവിടുത്തെ ജനങ്ങള് ഒരു വലിയ വിഭാഗം അവർ ദരിദ്രരായിട്ട് തുടരുന്നെന്ന് പറഞ്ഞാൽ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അവിടെ ഈ പറയുന്ന പബ്ലിക് എന്ന് നമ്മൾ പറയുന്ന പൊതു സമൂഹം എന്ന് പറയുന്നതിന് ഗുണകരമായ പ്രവർത്തനങ്ങളല്ല വെക്കുന്നത്. അവരെ ഉപയോഗിച്ച് വളരെ കുറച്ച് ആൾക്കാർ നന്നായി ജീവിക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്താണ് അത് തുടരുന്നത്. അതല്ല ജനാധിപത്യത്തിന്റെ യുക്തിയും. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യക്കകത്ത് ഇന്ത്യൻ ഗവൺമെന്റ് മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും ഉപയോഗിക്കാതിരിക്കുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെക്യുലർ എന്ന് പറയുന്നതും സോഷ്യലിസം എന്ന് പറയുന്നതും വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക്
നമ്മുടെ ഒരു എക്കണോമിക്സിനെ പറ്റി നമ്മൾ സംസാരിച്ചാൽ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് വെച്ചത്. ഞാൻ പ്രൈവറ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് നഷ്ടപ്പെട്ടു പോകും. അത് നിലനിർത്തുകയും അതേ സമയത്ത് തന്നെ അതിനകത്ത് നിയന്ത്രണങ്ങളുണ്ട്, മാർക്കറ്റിനകത്ത് നിയന്ത്രണങ്ങളുണ്ടാവും. അവിടെയാണ് നമ്മൾ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. പണം ഒരു കുറച്ചു പേരുടെ കയ്യിൽ മാത്രമായിട്ട് ഒതുങ്ങാതെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അതെല്ലാം നമ്മളിപ്പോ ഇവിടെ നമ്മുടെ നാട്ടിനകത്ത് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞത്. അതുകൊണ്ട് ഇവിടുന്ന് ധാരാളം ധനം വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് ഇവിടെയും ഇപ്പൊ ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയും അത് ആ ധനവുമായിട്ട് ആൾക്കാർ തന്നെ സ്ഥലം വിട്ട് കളയുന്നിടത്തേക്കാണ് വന്നിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ധനമുള്ള ഒരു നാട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈനയിൽ സംഭവിച്ചിട്ടുണ്ട്, അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചുകൂടാ. പക്ഷെ അവിടുത്തെ രാജ്യം വിട്ടു പോകുന്നത് സാധാരണ ജനങ്ങളെ അല്ല, പണക്കാർ മാത്രമാണ്. ഇവിടെ ആണെങ്കിൽ പണക്കാരും സാധാരണ ജനങ്ങളും ഒന്നിച്ച് നാട് വിട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊഴിൽ അന്വേഷിച്ച് സാധാരണക്കാരും ധനവുമായി നാട് വിട്ടു കളയുക എന്ന് പറയുന്ന പണക്കാരും ഒരുപോലെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ആ നിയന്ത്രണം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുകയും അതുകൊണ്ട് ഇപ്പം ഒരു രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം ചൈനയിലൊക്കെ വളരെയധികം അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ആദ്യകാലത്ത് അത് കാണുന്നത് ഈ വ്യക്തിഗതമായിട്ടുള്ള ആൾക്കാരുടെ ഇനിഷ്യേറ്റീവിനെ നിഷേധിക്കുന്ന തരമായിട്ടായിരുന്നു ആദ്യത്തെ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റുകളെല്ലാം നിന്നിരുന്നത്. അത് റഷ്യയിലായാലും ചൈനയിലായാലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അതിനെ എടുത്തു മാറ്റിയിട്ടാണ് അവര് അത്തരത്തിലുള്ള നിയമപരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരികയും അതേ സമയത്ത് തന്നെ ആളുകളുടെ കയ്യിലെ ധനം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതായി പോകുന്ന തരത്തിൽ വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നമുക്കിപ്പം ചൈനയിലെ നമുക്ക് ഇല്ലാതിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളും അവര് പുതിയതായിട്ട് ഇപ്പൊ അവർ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അവർ പുതിയതായിട്ട് ഡെമോക്രസിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ കൺസെപ്റ്റിലുള്ള ഡെമോക്രസിയും നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റിലുള്ള ഡെമോക്രസിയും തമ്മിൽ ഡിഫറെന്റ് ആണ്. പക്ഷെ അവിടെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഒരു രാജ്യം ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസിക്കുന്നത് ഇപ്പൊ ചൈനയെ പോലെ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അവിടുത്തെ നഗരങ്ങളിലൊന്നും ഈ എന്താണ് ഹോംലെസ് ആയ ആൾക്കാർ കിടക്കുന്നതായിട്ട് ഇതുവരെയും എല്ലാ രാജ്യത്തുനിന്നും ആൾക്കാർ പോയി പടങ്ങളൊക്കെ എടുത്ത് നമ്മൾക്ക് കാണാൻ പറ്റും. മറ്റു രാജ്യങ്ങളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ചൈനയിലെ നമ്മൾ പോയി കണ്ടിട്ടില്ല എന്നുള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് കാണേണ്ടത് ആ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. നമ്മളിപ്പോ ലോകത്ത് കാറിന്റെ എണ്ണം കൂട്ടുകയല്ല ചെയ്തിട്ടുള്ളവര്, അതിന് പകരം അവര് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് വികസിപ്പിച്ചത്. ആ പബ്ലിക് ട്രാൻസ്പോർട്ട് വികസിപ്പിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വീട് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്തൊക്കെ അവര് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ധനം ധാരാളം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അഞ്ചാമത്തെ സ്ഥലമാണ് ധനത്തില്. പക്ഷെ അത് ഒരു ഇവിടെ 140 കോടി ജനത്തിനകത്ത് 100 കോടിയും കഷ്ടത്തിലാണ്. അതാണ് നമ്മൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന സ്ഥലം. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ 35 കോടിക്ക് അകത്തേ ഉള്ളൂ ജനം. പക്ഷെ അവിടെയും ഹോംലെസ് ആയ ആൾക്കാർ വളരെയധികം ഉണ്ടാവുകയും ഇൻഫ്രാസ്ട്രക്ചർ ഈ ധനമുള്ളവർക്ക് മാത്രമുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്തത്, പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല. കാറ് മേടിക്കാൻ കഴിവുള്ളവരും വീട് വാങ്ങാൻ കഴിവുള്ളവരും ഒക്കെ തന്നെയാണ് ജീവിക്കത്തുള്ളൂ. മറ്റുള്ളവർക്ക് തീരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മാറ്റമാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ സൗകര്യങ്ങൾ എന്നുള്ള നിലവാരത്തിൽ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ നമ്മൾ പറയുമ്പോൾ ജനങ്ങളെ മുന്നേ നിർത്തി അവരുടെ വികാസത്തിന് അതിന്റെ പൊതുവായ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഈ വെക്കുന്നത്. അപ്പൊ അതിന് ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിനകത്താണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഈ പഞ്ചായത്തായിരുന്നു വികസിപ്പിക്കേണ്ടത്. അത് പഞ്ചായത്തിനെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് ഇപ്പോഴും
ഒരു ശരിയല്ലാത്ത രീതിയിലാണ്. അത് ഞാൻ മുകൾ മേപ്പോട്ടുള്ള ഹെറാർക്കിക്കൽ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അധികാരമുള്ള ഒരു സ്ഥലവും, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അതിനേക്കാളും താഴെ, അതിന്റെ താഴെ ഡിസ്ട്രിക്റ്റിലെ കളക്ടറെ സംവിധാനങ്ങൾ, ഇത് കഴിഞ്ഞിട്ട് ഈ തഹസിൽദാർ, പഞ്ചായത്തല്ല, വില്ലേജ് ഓഫീസൊക്കെ ആയിട്ടാണ് ഒരു സ്ട്രക്ചറലായിട്ട് ഹയറാർക്കിക്കലായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിനകത്ത് മാറേണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് അവിഭാജ്യ ഘടകമായിട്ട് ആണ് നമ്മൾ. ഞാൻ അതും എടുത്തു മാറ്റി, വാർഡ് എടുത്തു മാറ്റിയിട്ട് പഞ്ചായത്ത് കാണിക്കാനൊക്കത്തില്ല. പഞ്ചായത്തുകൾ എടുത്തു മാറ്റിക്കൊണ്ടൊരു താലൂക്ക് കാണിക്കാനൊക്കത്തില്ല. താലൂക്ക് എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് സ്ട്രക്ചറലായിട്ടല്ല, സർക്കിൾസ്, വികസിക്കുന്ന സർക്കിളുകളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അല്ല, യൂണിയൻ ഗവൺമെന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇന്ത്യയിലെ ജനാധിപത്യം വികസിക്കേണ്ടത്. വികസിച്ച് നിൽക്കുകയാണെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അത് ഇതുവരെ സ്ട്രക്ചറലായിട്ടുള്ള ഈ മാറ്റം വരുത്തണം എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. ഇന്നും നമുക്ക് ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്ന ഗവൺമെന്റുകളാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ എത്ര തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ പോയിരിക്കുന്നത് ഈ ഭരിക്കാനാണ്. അപ്പൊ ഫലത്തിൽ എന്ത് പറ്റി? ആരാണോ അധികാരത്തില്, ധനത്തില് ഒക്കെ കയ്യിൽ ഇരുന്നവർ തന്നെയാണ് ഇന്ന് ഇലക്ഷനകത്ത് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ഇലക്ഷന് ദരിദ്രനായ ഒരാൾ നിന്ന് ജയിക്കാനൊക്കത്തില്ല. അതിന് വരുന്ന ചെലവും കാര്യങ്ങളും എല്ലാം പണക്കാർ നിയന്ത്രിക്കുന്നത്. അവര് ആളുകളുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന മീഡിയ മുഴുവനും അവർ തന്നെ വാങ്ങി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അതിനെ മാറി ചിന്തിക്കാൻ പോലും ആൾക്കാർക്ക് കഴിയുന്ന ഒരു സ്ഥലമില്ല. ഇന്ന് അല്ല, ഇപ്പൊ ഇവിടുത്തെ ഇങ്ങനെ ഒരു 90% വിദ്യ ആ കേൾക്കാവോ? ഇപ്പൊ പറഞ്ഞത് കേട്ട്. അല്ല, ഇപ്പൊ ഈ ഡെമോക്രസിയിൽ ഈ പണക്കാരാണ് കൂടുതൽ സ്വാധീനം ചെയ്യുന്നത്. അപ്പം അതിനുള്ള ഡെമോക്രസിയിൽ സൊല്യൂഷൻ. പണക്കാർ ഇത് ചെയ്യുക എന്നുള്ള അർത്ഥമേ അല്ല. ഡെമോക്രസിക്കകത്ത് എടുക്കേണ്ട നിയമസഭയിലൊക്കെ ഉണ്ടാക്കേണ്ട നിയമങ്ങളൊന്നും തന്നെ അവർ ചെയ്തത്. നമ്മളിപ്പോ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കുന്ന യുക്തിയല്ലല്ലോ ഭരണകേന്ദ്രം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊന്നും അല്ലാതെ, സമാന്തരമായി പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ച്, അതുപോലെ തന്നെ കോടതികളെ അഴിച്ചു പണിയേണ്ടതുണ്ട്. അതിന്റെയൊക്കെ ഘടനയെല്ലാം അഴിച്ചു പണിയേണ്ടതുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പറയുന്നതിനും എല്ലാം ഡീസെൻട്രലൈസേഷൻസ് വരുത്തേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. നമ്മൾ അതിനെ, ആ സംവിധാനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇലക്ഷനകത്തൂടെ ആൾക്കാർ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന യുക്തിക്കകത്താണ് നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് അത് മുമ്പോട്ട് പോകാത്തത്. അതുകൊണ്ട് നമ്മളിപ്പം ഇവിടുത്തെ പഞ്ചായത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലുന്നവര് ഇപ്പോ 1947 അല്ലെങ്കിൽ 1950 റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ജനങ്ങള് അവര് പ്രജകളെ അല്ല, അവർ പൗരന്മാരാണെന്ന് അവകാശമുള്ളവരായി മാറിയെന്ന് അനുഭവിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ടായിട്ടില്ല. എല്ലാ ഓഫീസിനകത്തും ഇരിക്കുന്നവർ പഴയ പോലെ തന്നെ തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാര് ആർക്കെങ്കിലും തെരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുണ്ടെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാര് ആരെങ്കിലും തെരഞ്ഞെടുക്കുന്നുണ്ടോ? അവരാർക്കാണ് അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുന്നത്? ആർക്കും അല്ല. അതാണ് അതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉദ്യോഗസ്ഥന്മാരൊക്കെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അവർ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനകത്ത് അവർ ഫേസ് ചെയ്യാൻ ബാധ്യത വന്നാലേ അവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് അനുഭവിക്കത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മുടെ ഒരു ഊബർ വണ്ടിക്കകത്ത് കയറിയാല് നമുക്ക് അവരെ റേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെയാണ് ആ ഡ്രൈവർക്ക് അതിനകത്ത് യാത്രക്കാരനെ റേറ്റ് ചെയ്യണം. അങ്ങനെ പരസ്പരം റേറ്റ് ചെയ്യുന്നത് കാരണം കൊണ്ട് ഉപഭോക്താവായിരിക്കുന്ന ആളിന് ഒരു സേ ഉണ്ടാവും. ഇയാളുടെ ഇൻക്രിമെന്റ് കിട്ടുന്നതിനും അയാളുടെ സേവനത്തിനും അയാൾ കൊടുക്കുന്ന പ്രതിഫലം കൂട്ടണോ വേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നത് ഈ
ഈ ആൾക്കാരുടെ രേഖപ്പെടുത്തലിനകത്തൂടെ. ഇങ്ങനെ ഒരു സാധനം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കില്ല. അത് പണ്ട് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളാണ് നമ്മൾ ഈ കാണുന്നതല്ല. ആളുകളെ മുകളിലിരിക്കുന്ന ഒരാൾക്ക് താഴെയുള്ളവരെ ഉപയോഗിച്ച് തട്ടുതട്ടായിട്ടുണ്ടാക്കിയിരിക്കുന്ന സംസ്കാരത്തിനകത്തൂടെ, തട്ടുതട്ടായിട്ടുള്ള സംവിധാനത്തിനകത്തൂടെ ആൾക്കാരെ കീഴ്പ്പെടുത്തി നിർത്തി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് അതെല്ലാം. അത് നമുക്ക് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ ഭരിക്കാനല്ലെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ അഴിച്ചു പണിയേണ്ടതുണ്ട്. പഞ്ചായത്തൊക്കെ വളരെയധികം വരികയും നമ്മുടെ ഇപ്പൊ കോടതിയിലൊക്കെ നമ്മൾ പോയിട്ട് സുപ്രീം കോടതി വരെ ഒരു കേസ് പോയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ഒരു പ്രയോജനമില്ല. അനുഭവിക്കുന്ന ആളിന് ഒരിക്കലും ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ഡിനൈഡ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സുപ്രീം കോടതിയിലൊക്കെ വരെ കേസ് പോയിട്ട് എന്ത് കിട്ടാനാണ്? ആർക്കും ഒന്നും കിട്ടാനില്ല. അപ്പൊ ആ നിലവാരത്തിലുള്ള സംവിധാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യം വർക്ക് ചെയ്യത്തൊന്നുമില്ല. അപ്പം അത് ആ സ്ട്രക്ചറലായിട്ട് അഴിച്ചു പണിയുന്നതാണ് അതിന്റെ പ്രധാന പണി. അത് ഇതുവരെ തൊട്ടിട്ടില്ല. ഇനിയും പ്രജകളായിരിക്കുന്ന ആൾക്കാർ, പ്രജകളെന്ന് പറഞ്ഞാൽ സ്കൂളിനകത്തും ക്ലാസ് റൂമിനകത്തും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അനുസരണയാണ്. പ്രജയാകാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രജയായിരിക്കുന്ന ആളിന് ഒരിക്കലും പൗരബോധം ഉണ്ടാകത്തില്ല. അവകാശമുള്ള ആളാണ് നമ്മളിപ്പോ, അവകാശമുള്ളവരാണ് പൗരന്മാരെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അവകാശത്തിനോടൊപ്പം ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. ഇത് പഠിപ്പിക്കപ്പെട്ടേ പറ്റും. ഇതൊന്നും തന്നെ നമുക്ക് ക്ലാസ് റൂമുകളിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും വേണമെന്ന് അവർക്ക് തോന്നിയിട്ട് പോലുമില്ല. അപ്പൊ ജാതി സമൂഹങ്ങളും മതസമൂഹങ്ങളും രാജാവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തട്ടായിട്ട് ആളുകളെ ഭരിക്കാൻ വേണ്ടിയാണ് ജാതി നിലനിർത്തുന്നത്. അതേപോലെ തന്നെയാണ് ആന്തരികമായിട്ട് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അത് രാജാവിന്റെ എന്താണ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് മതം. ആശയപരമായി നമ്മളെങ്ങനെയാണ് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനായിട്ട് പരിശീലിപ്പിക്കുന്ന രീതിയാണ് മതത്തിനുള്ളത്. അത് പഠിപ്പിച്ചിട്ട് അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടായിരുന്നു പണ്ട് രാജാവ് നിന്നിരുന്നത്. അപ്പൊ അങ്ങനെ നിന്നിരുന്ന സംവിധാനത്തിനകത്ത് അതിനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല. നമുക്ക് അവകാശങ്ങളില്ല. അനുസരണയും കൂറും അതായിരുന്നു പ്രജയ്ക്കുണ്ടായിരുന്ന മൂല്യം. അച്ചടക്കം, ഈ മൂന്നെണ്ണമാണ്. അനുസരണ, കൂറ്, അച്ചടക്കം. ഈ മൂന്ന് മൂല്യമാണ്. പക്ഷെ പൗരന് അങ്ങനല്ല. പൗരന് അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്, സ്വയം നിയന്ത്രണമാണ്. അല്ലാതെ ആരെങ്കിലും നിയമം കൊണ്ട് നമ്മളെ ഭരിക്കുന്നത് വഴിയല്ല. അപ്പൊ അതിന് ക്ലാസ് റൂമിനകത്ത് പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. 75 വർഷമായിട്ട് നമ്മൾ ഇതുവരെ അത് വിദ്യാഭ്യാസം കൊടുക്കും. ഇപ്പോഴും രാഷ്ട്രീയം പാടില്ലാത്ത ക്ലാസ് റൂംസാ ഉള്ളത്. വിദ്യാഭ്യാസത്തിനകത്തൂടെ രാഷ്ട്രീയം പഠിച്ച് ഓരോ പൗരനും രാഷ്ട്രീയക്കാരനാണെന്ന് സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രക്രിയ ഒന്നും തന്നെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ ആകെയുള്ള ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജാതിക്കൂറും മതത്തിന്റെ ബോധത്വമുള്ള ആൾക്കാർ, അവരുടെ ആൾക്കാർ എന്നുള്ള അവരുടെ ആൾക്കാരെ പറഞ്ഞ കൊട്ടേഷനകത്ത് മനസ്സിലാക്കുന്നത്. അവരെ തെരഞ്ഞെടുത്ത് ഭരണത്തിനകത്ത് പങ്കാളിത്തം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ കൂടെ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന രീതിയാണത്. അതല്ല നമ്മൾ ജനാധിപത്യത്തിനകത്ത് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിലുള്ള അഴിച്ചുപണിയോ സമാന്തരമായിട്ട് ചെയ്തെടുക്കേണ്ട ഇത്തരത്തിലുള്ള പ്രവൃത്തികളോ നമ്മൾ ഇതുവരെ ചെയ്യാതെ ജനപ്രതിനിധികളെ വിട്ടാൽ അവർ കൊട്ടാരത്തിനകത്താ പോയിരിക്കുന്നത്. അവിടെ ഇരുന്ന് പോലീസിനെ ഉപയോഗിച്ച് പണ്ട് രാജാക്കന്മാർ എങ്ങനെയാണ് ഭരിക്കുന്ന പോലെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കഴിമതി ഇല്ലാതിരുന്ന ഭരണമാകുമെന്ന വിചാരിക്കുന്നത്. അഴിമതിയില്ലാത്ത ഭരണത്തിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. നമ്മളെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നത്. അപ്പം ആകെ നമ്മൾ പിരിച്ചെടുക്കുന്ന ധനം എന്ന് പറഞ്ഞാൽ ടാക്സ് ആയിട്ട് വരുന്നത് എന്ത് കാര്യത്തിന് വിനിയോഗിക്കുന്നു എന്ന് പറയുന്നിടത്തുള്ള ഡിസിഷൻ മേക്കിങ്ങിനകത്താണ് ജനങ്ങൾ നിൽക്കേണ്ടത്. അതിനവർ പറ്റൂ. അവരുടെ ആകുക എന്ന് പറയുന്നത് നമ്മള് ഈ
രാഷ്ട്രീയക്കാരെ കൊണ്ട് നാണ് നടക്കുന്നതെന്ന് ഭരിക്കാനാണ് നമ്മൾ പോകുന്നത്. ഭരണത്തിൽ പങ്കാളികളാകാനാണ് ആദ്യം തൊട്ട് ശ്രമിക്കുന്നത്. അതിന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് അതെല്ലാം. അപ്പൊ ആ സംവിധാനത്തിനകത്ത് നമ്മൾ കയറിയിരിക്കുന്നത് വഴി ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്നവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ഗവർണറൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുത്ത ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് വെച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിരിച്ചുവിടാനായിട്ട് ഒരു കേന്ദ്രമുണ്ട്. അതെന്തൊരു കേന്ദ്രമാണത്? നമ്മളല്ലേ തെരഞ്ഞെടുത്തത്. ആർക്ക് പിരിച്ചുവിടാൻ അവകാശമുണ്ട്? വേറെ ആർക്കും സത്യത്തിൽ ഉണ്ടായിക്കൂടാ. അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങൾ നിൽക്കുന്നതാണ്. ജനാധിപത്യമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇതിനൊന്നും. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോ ഈ ധനം ഉണ്ടാക്കുന്നത് മുഴുവനും അവിടെ റിപ്പബ്ലിക് ഡേക്ക് വെറുതെ നോക്കിയാൽ മതി. വെറുതെ ഒരു കാര്യമില്ലാതെ പണ്ട് വൈസ്രോയിമാർ എന്തെല്ലാം കാണിച്ചിരുന്നു അതെല്ലാം അതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യാസവും ഇല്ല. ജനങ്ങൾ ഇപ്പോഴും അവർക്കൊരു കസേര പോലും കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിനകത്ത് പോലീസിങ് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന സംവിധാനമാണ്. ജനാധിപത്യത്തിനകത്ത് ആരെ അടിച്ചമർത്തുന്നുണ്ട്? ആരെ അടിച്ചമർത്തണം? ആര് ഭരിക്കണം? ആര് പോലീസ് ചെയ്യണം? പോലീസിങ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടത്തിൽ താഴെയുള്ളവരെ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. നമ്മള് ഗവൺമെന്റ്, ഈ പൗരൻ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ അധികാരി ഗവൺമെന്റ് ഇതിനകത്ത്, ജനാധിപത്യത്തിനകത്ത്. അയാളുടെ മുകളിലെ ഒരു പോലീസും ഇല്ല. അയാളുടെ പൗരസഹായി എന്ന് പറയുന്ന പോസ്റ്റാണ് ഉണ്ടാകേണ്ടത്. സിറ്റിസൺസ് അസിസ്റ്റൻസ് ആണ് ഉണ്ടാകേണ്ടത്. അതിന് പകരം പോലീസിങ് അല്ല വേണ്ടത്. അതുകൊണ്ട് നല്ല പോലീസും ചീത്ത പോലീസും ഇല്ല. പോലീസ് കൊള്ളത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഭരണമല്ല, നല്ല ഭരണവും ചീത്ത ഭരണവും ഇല്ല. ക്രമീകരണമേ ഉള്ളൂ ജനാധിപത്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെടുത്തുകയും ആകെ ഉണ്ടാകുന്ന ധനം എന്തിനു വിനിയോഗിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ജനപ്രതിനിധികൾ വേണ്ടി വരുന്നത്. ഇതാണ് നടക്കാതിരിക്കുന്നത്. കാരണം ഈ സ്ട്രക്ചർ മുഴുവനും ഇപ്പോഴും ബ്രിട്ടീഷുകാര് ആയിരിക്കുന്ന രാജാക്കന്മാര്, ബ്രിട്ടീഷ് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ പഴയ കാലത്തെ രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങളല്ല. ഈ ഒരു സെക്രട്ടേറിയറ്റിൽ പോവുകയാണെങ്കിൽ മേശി ഈ സ്ട്രക്ചേഴ്സ് ആണ് നിൽക്കുന്നത്. അതിനകത്ത് താനോ ഞാനോ പോയിരുന്നാലും രാജാവിനെ പോലെ ഭരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ മുന്നേ വരുന്ന ആളിനെ ചെറുതാക്കാൻ വേണ്ടിയാണ് ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നത്. ആളുകളെ ചെറുതായിട്ട് അനുഭവിപ്പിക്കാനാണ് അതിന്റെ സ്ട്രക്ചർ മുഴുവൻ ഉപയോഗിക്കുന്നത്. അല്ല, ഞാൻ ഒരു അതാണ് കാര്യം അതിന്റെ ചോദിക്കട്ടെ. പ്രശ്നം. ഇപ്പൊ ഈ സ്ട്രക്ചർ നമ്മൾ മാറ്റണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ്? അത് മാറ്റുന്നതിനാണ് പഞ്ചായത്ത് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഈ ആൾക്കാരെ ആവശ്യമില്ല. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ ഈ ഭരണം എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പഞ്ചായത്തിനകത്ത് ടാക്സ് പിരിച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ എന്തിനാണ് നമ്മുടെ താനും ഞാനും തമ്മിൽ അതിർത്തി തർക്കമുണ്ട്. അത് സുപ്രീം കോടതിയിൽ ഡൽഹി വരെ പോകേണ്ട ആവശ്യം എന്താ? അല്ല, അത് അത് മനസ്സിലായി. പഴയ സ്ട്രക്ചർ കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മൾ അതല്ല മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുത്ത് അത് കഴിഞ്ഞ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് പോയി. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നമ്മൾ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി. അത് കഴിഞ്ഞ് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നമ്മൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നമ്മൾ സുപ്രീം കോടതി. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പണ്ട് ബ്രിട്ടീഷുകാരായിരിക്കുന്ന രാജാവിന്റെ അടുത്ത് ഈ കേസ് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ് ഈ ഹെയറാർക്കിക്കൽ സംവിധാനം. അതൊന്നും ആവശ്യമുള്ളതല്ല. അല്ല, ഈ രണ്ട് സ്ട്രക്ചർ സ്റ്റേറ്റ് ആ മനസ്സിലായി. സ്ട്രക്ചർ ഭരിക്കാൻ ഉണ്ടാക്കിയതാണ്. അല്ല, അത് മനസ്സിലായി. അത് ഭരിക്കാനുണ്ടാക്കിയ ഭരണമല്ല. ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്നറിയേണ്ടതുണ്ട്. ക്രമീകരണമാണ്, അറേഞ്ച്മെന്റ് ആണ്. അല്ല, അത് മനസ്സിലായി. ഇപ്പൊ ഇത് ഭരണഘടനയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ക്രമീകരണ ഘടനയാണ് വേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ അറിയേണ്ട ഒരു സ്ഥലമുണ്ട്. അല്ല പൗരന്മാരാണ് ഉണ്ടാകേണ്ടത്. അല്ല എനിക്കത് മനസ്സിലായി. ക്ലാസ് പക്ഷെ റൂമിനകത്ത് ആ നമ്മളിപ്പോ ഈ മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചാലും അത് വിചാരിച്ചതിന്റെ പ്രശ്നമല്ല, വിചാരിച്ചിട്ടേ ഇല്ല. അതാദ്യം അറിയണം. നമ്മളൊരു നിയമം ഉണ്ടാക്കി ഡീസെൻട്രലൈസേഷൻ. അതുകൊണ്ടാണ് പഞ്ചായത്ത് തുടങ്ങി വെച്ചിട്ട് അവിടെ ഇട്ടത്. കാരണം അവർക്ക് മനസ്സിലായി ഇത് അവരുടെ കയ്യിലുള്ള അധികാരം പോകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്
ഈ ജില്ലാ പഞ്ചായത്തെന്നും എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നതൊന്നും ഒരു കാര്യമില്ലാതെ അവിടെ നിൽക്കുകയല്ലേ. ഇപ്പോഴും ഈ എന്താണ് വില്ലേജ് ഓഫീസും തഹസീൽദാരുടെ ഓഫീസും കളക്ടറും ഗവർണറുമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഈ തെരഞ്ഞെടുക്കുന്നവരല്ല. ഇലക്ഷൻ ഇപ്പൊ അനാവശ്യമാണ്. അടുത്ത 40-50 വർഷം ഇലക്ഷൻ നടത്തിയില്ലെന്ന് വിചാരിച്ചാൽ ഭരണത്തിന് വല്ല പ്രശ്നം വരുമോ? ഇലക്ഷൻ നടക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ആണ് ഇലക്ഷൻ. അത് ഈ സംവിധാനം അഴിക്കാത്തത് കൊണ്ടാണ്. മറ്റേതങ്ങനല്ല. നമ്മൾ അന്ന് ഈ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇലക്ഷൻ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ എല്ലാ നിലവാരത്തിലുമുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പഞ്ചായത്ത് പണ്ടത്തെ ഖാപ്പ് പഞ്ചായത്ത് അല്ല, അത് ജാതി സംഘടനയുടെ പഞ്ചായത്താണത്. അതല്ല, തിരഞ്ഞെടുക്കുന്ന ആൾക്കാര് എടുക്കേണ്ടതാണ്. അപ്പം വാർഡും പഞ്ചായത്തും എന്ന് പറയുന്നത് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടതുണ്ട്, ക്രമീകരണം മാത്രമാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ധനം അവിടെ തന്നെ ചെലവഴിക്കാനും അവിടെ പോരാതെ വരുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സർക്കിൾ വലുതാക്കുന്നത്. ഈ ഏരിയ തൊട്ടിട്ടില്ല, അത് അനക്കിയിട്ടേ ഇല്ല. അതിന് പകരം പഴയ സംവിധാനം ഉപയോഗിച്ച് ആളുകളെ ഭരിച്ചോണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുക്കുന്നവർ ഭരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തെരഞ്ഞെടുക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്, ഉദ്യോഗസ്ഥരാണ്. നമ്മൾ തെരഞ്ഞെടുക്കാത്ത ഗവർണറും തെരഞ്ഞെടുക്കാത്ത കളക്ടറും തെരഞ്ഞെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരുമാണ് നമ്മളെ ഭരിക്കുന്നത്. അതേസമയത്ത് അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ജനങ്ങളെ റേറ്റ് ചെയ്ത് അവർക്കൊരു മാർക്ക് കൊടുത്താലേ അവർക്ക് ഇൻക്രിമെന്റ് കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവർ മര്യാദയ്ക്ക് വരുമാറും. അല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാരെയും തിരഞ്ഞെടുക്കണമെന്നാണോ അതോ ഈ അഡ്മിനിസ്ട്രേഷനിലുള്ളവർ മാത്രമാണോ? എല്ലാരും തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു ഇടവും ഉണ്ടായിക്കൂടാ. അല്ല ഇപ്പൊ ഈ അങ്ങനെയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകത്തെ, അപ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ല ഇപ്പൊ ഈ ഡോക്ടർ, പോലീസ്, ഡോക്ടറായിരിക്കുന്ന ആളെ അവിടെ ഇലക്ഷനിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ, അത് വേറെയാണ്. അതാണ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവർ ക്വാളിഫൈഡ് ആകണ്ട എന്നുള്ള അർത്ഥമല്ല. തെരഞ്ഞെടുപ്പിന് ഏത് കോന്നിനും കയറി നിൽക്കാനൊന്നും ഒക്കത്തില്ല. അതിന് പക്ഷെ അവർ തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. അപ്പോഴാണ് അവർ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിന്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ മുന്നേ വരുന്ന ക്ലയന്റ് അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്, അയാളുടെ പ്രവൃത്തി നന്നാണെന്ന്. അപ്പൊ മാത്രമേ അയാളുടെ ഇൻക്രിമെന്റ് കൊടുക്കാവൂ. 10 വർഷം അല്ലാതെ അയാൾ മേളിലോട്ട് ഉദ്യോഗത്തിൽ കയറ്റണ്ട, അതിന്റെ ആവശ്യമില്ല, മേളിലോട്ടല്ല. പക്ഷെ 5 വർഷത്തെ സേവനത്തിന് കിട്ടുന്ന പൈസയോ 10 വർഷത്തേക്ക് പിന്നെ കിട്ടുന്ന സേവനത്തിന് കിട്ടുന്ന പൈസ കൂട്ടാൻ പറ്റും, പദവി കൂട്ടണ്ട. നമ്മൾ ഈ പഴയ കാലത്ത് പദവി മേളിലോട്ട് വെച്ചത് രാജാവിന് ഇത് ഒരു കോർബലയിൽ മേപ്പോട്ട് കോർക്കാൻ വേണ്ടിയാണ്. അയാള് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണത്. അല്ലാതെ നെഞ്ചത്ത്